വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്നുള്ളത്. ഓക്കെ, കുട്ടി യാത്രക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? അപ്പോൾ ഒരു കുട്ടിയുടെ യാത്രയുമായി സംബന്ധിച്ച ഒരു പാഠഭാഗമാണ് ഇത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പറയുന്ന കാര്യങ്ങൾ, ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് മുന്നേയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ്, മാത്ത്, EVS എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് PP രാമചന്ദ്രന്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടന്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിൾ ചേട്ടന്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഒരു കുട്ടി എവിടേക്കാ പോകുന്നത്? ചന്ദ്രനിലേക്ക് പോവുകയാണ് അല്ലേ? നിങ്ങളെ പോലെയുള്ള ഒരു കൂട്ടുകാരനാണ്, ചന്ദ്രനിലേക്ക് പോവുകയാണ്. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതകപ്പെട്ടെടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പോൾ ചാന്ദ്രയാത്രക്ക് നമ്മളും കൂടെ പോയാലോ? റെഡിയാണോ? നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് കുട്ടി പോകുന്നത് മൈക്കിൾ ചേട്ടന്റെ സൈക്കിളും കൊണ്ടല്ലേ. ഇവിടെ നോക്കൂ, സൈക്കിൾ ചവിട്ടാൻ. മൈക്കിൾ ചേട്ടാ സൈക്കിള് വേണം. എങ്ങട്ടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. ബ്രേക്ക് ഇല്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയർ ഇല്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തോ, പോയി വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി. ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി. അവിടുന്നും ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനി എന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദ്രൻ എന്ന്. എവിടുത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിൾ ചവിട്ടാൻ. PP രാമചന്ദ്രൻ്റെതാണ്. ഇവിടെ എന്താണ്? നമ്മുടെ പയ്യന് ചന്ദ്രനിൽ പോയി സൈക്കിൾ നിലാവ് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ മേഘത്തിൽ ഈ ചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനും അവനും കൂടെ താഴെ ഭൂമിയിലേക്ക് വരികയാണ്. ചന്ദ്രന് ഭൂമി കാണണം. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് ചന്ദ്രനെ കാണണം, ചന്ദ്രനാണെങ്കിലോ ഭൂമിയെയും കാണണം. അങ്ങനെ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. 1. കവിത താളമിട്ട് ചൊല്ലു എന്നുള്ളതാണ്. നിലാവ് കൊള്ളാൻ ഭൂമിയിൽ ഇരുന്നാൽ പോരെ, പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തിനാണ്? യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇതിലെ കുട്ടി. മറ്റെല്ലാവരെയും പോലെ തന്നെ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുക എന്നത് കുട്ടിയുടെ വലിയ സ്വപ്നമാണ്. ഭൂമിയെ മനോഹരിയാക്കുന്ന നിലാവിനെ കൊണ്ടുവരാൻ ആകാശത്തേക്കൊരു യാത്ര പോവുക എന്നത് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. അതിനാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്. അപ്പൊ അവനക്ക് എന്താണ് അവിടെ പോകുന്നതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൻ പോകുന്നത് അല്ലെ. ഇനി ഇതിലെ അടുത്ത ചോദ്യം, മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ ചൊല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും? മൈക്കിൾ ചേട്ടൻ പറയുന്നുണ്ടാവും, സീറ്റില്ല മോനെ. അപ്പോൾ പറയും, നിന്ന് ചവിട്ടാം. വീഴില്ലേ മോനെ? ഇല്ലല്ലോ ചേട്ടാ. എനിക്കെന്തു നൽകും? അമ്പിളി മാമൻ. എങ്കിൽ നീ പോയിക്കോ, പോയിട്ട് വരാട്ടോ എന്ന് പറയും അല്ലെ. ഇത്തരത്തിൽ മൈക്കിൾ ചേട്ടനും അതുപോലെ തന്നെ കുട്ടിയും പറയും. ഇനി ഇതിലെ അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളും ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, കളകളം പാടുന്ന പുഴകളും
കുളങ്ങളും അതിൽ തുള്ളിക്കളിക്കുന്ന മീനുകളും മൈതാനത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിലൂടെ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെയാകും പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ അടുത്തൊരു സെക്ഷൻ, അടുത്തൊരു ഭാഗം ഹലോ ഉറക്കെ പാടൂ എന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.